Hi all, welcome to Learning On. In the theme in the previous year questions, part 5 നോക്കാം. First question, strong intramolecular hydrogen bonding is present in. അതായത് ഈ പറയുന്ന 5 എണ്ണത്തിൽ ഏതിലാണ് സ്ട്രോങ് ആയിട്ടുള്ള ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത്? വാട്ടർ, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഓർത്തോക്രസോൾ, ഓർത്തോനൈട്രോഫിനോൾ, അമോണിയ. ആൻസർ വരുന്നത് ഓർത്തോനൈട്രോഫിനോൾ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഓർത്തോനൈട്രോഫിനോൾ വരുന്നതെന്നുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. അപ്പൊ അതിൽ ഓരോ മോളിക്യൂളും എടുത്തിട്ട് അതിലെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ കേസ് നമുക്ക് പറയാം. ഫസ്റ്റ് വാട്ടർ മോളിക്യൂൾ ഈസ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ നമ്മുടെ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹൈഡ്രജൻ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റവുമായിട്ട് ചേരുമ്പോൾ ഉണ്ടാവുന്ന ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ വാട്ടർ മോളിക്യൂളിന്റെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടാണ് എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ബോണ്ട് ബിറ്റ്വീൻ ടു ഡിഫറെന്റ് മോളിക്യൂൾസിനകത്തുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പോൾ വാട്ടറിന് ഇന്റർ ആണ്. ഇനി ഹൈഡ്രജൻ ഫ്ലൂറൈഡിന് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ആണ്. അതായത് ഡിഫറെന്റ് HF മോളിക്യൂളിന് ഇടയ്ക്ക് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ. ദെൻ ഓർത്തോക്രസോൾ എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഒരു ബെൻസീൻ റിങ്ങിനകത്ത് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഒരു CH3 ഗ്രൂപ്പും ഉണ്ടാവും. അപ്പൊ ഇവിടെ തന്നെ പ്രോക്സിമിറ്റി ഓഫ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആൻഡ് ബെൻസീൻ റിംഗ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇസ് പോസിബിൾ. ഇൻട്രാമോളിക്കുലർ ആണ് പോസിബിൾ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ചോദിച്ചേക്കുന്നത്. നെക്സ്റ്റ് ഓർത്തോനൈട്രോഫിനോളിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഒരു OH ഗ്രൂപ്പും ഉണ്ട്. ദെൻ ഒരു നൈട്രോ ഗ്രൂപ്പും ഉണ്ട് ബെൻസീൻ റിങ്ങിനകത്ത്. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻട്രാമോളിക്കുലർ ആണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും നൈട്രോ ഗ്രൂപ്പും ആയിട്ട് സ്ട്രോങ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഓർത്തോനൈട്രോഫിനോളിൽ വരുന്നത്. അമോണിയ എന്ന് പറയുന്നത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അമോണിയ മോളിക്യൂളിന്റെ ഇടയ്ക്ക് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് കാണപ്പെടുന്നത്. Next question, which of the following molecule has a Lewis structure that does not obey octet rule? Octet rule എന്താണ്? നമ്മുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്നതാണ് ഒക്ടെറ്റ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ലൂയിസ് സ്ട്രക്ചർ എഴുതുമ്പോഴത്തേക്കിന് ഒക്ടെറ്റ് റൂള് ഒബേ ചെയ്യാത്തത്. ലൂയിസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രോൺസിനെ ഡോട്ട് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ലൂയിസ് സ്ട്രക്ചർ. HCN, CS2, NO, CCl4, PF3. ആൻസർ വരുന്നത് NO ആണ്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. നൈട്രജൻ എന്ന് പറയുമ്പോൾ 5 വാലൻസ് ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പൊ ആ 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ടായത് കൊണ്ട് തന്നെ അവിടെ ഓക്സിജനുമായിട്ട് ഡബിൾ ബോണ്ട് ആണ് വരുന്നത്. However, nitrogen only has 7 electron in its valence shell, violating the octet rule. Okay. NO does not obey octet rule because nitrogen does not have 8 electron in their valence shell. Nitrogen ഒരിക്കലും 8 electron valence shell വരുന്നില്ല. അതുകൊണ്ടാണ് അത് octet rule obey ചെയ്യാൻ. Third question, the rate and rate constant of a reaction has same unit. Order of the reaction is rate constant same unit ആവുന്ന റിയാക്ഷന്റെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. It is zero order reaction. അപ്പൊ zero order reaction റേറ്റിലാഡ് ഇക്വേഷൻ K into concentration of A square എന്നാണ്. യൂണിറ്റ് വരുന്നത് മോൾ, ലിറ്റർ ഇൻവേഴ്സ്, സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഇനി A0 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് ഓഫ് K മസ്റ്റ് ബി മോൾ, ലിറ്റർ ഇൻവേഴ്സ്, സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് വരും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ഒരു റേറ്റും റേറ്റ് കോൺസ്റ്റന്റിന്റെയും റേറ്റിന്റെയും യൂണിറ്റ് എന്താണ്? സെയിം ആണ്. മോൾ, ലിറ്റർ ഇൻവേഴ്സ്, സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റ് വരും. അപ്പൊ അത് സീറോ ഓർഡർ റിയാക്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. For a reaction, 2A plus B gives 2C plus D. The following kinetic data were obtained for 3 different experiments performed at the same temperature. ഒരു 3 എക്സ്പെരിമെന്റിലായിട്ട് ഒരു റിയാക്ഷന്റെ കൈനറ്റിക് ഡേറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഓർഡർ ആൻഡ് ഓർഡർ ഇൻ B for the reaction are respectively. അപ്പൊ ടോട്ടൽ ഓർഡർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ B എന്ന് പറയുന്ന ആ റിയാക്ഷന്റെ ഓർഡറും നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ 2 1 1 1 1 2 2 2 2 0.
അപ്പൊ ഇത് ഇത്രയാണ് ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 2A plus B gives 2C plus D ആണ്. In experiment 1 and experiment 2, the concentration of B is constant, but the concentration of A changes. അപ്പോൾ ഒന്നാമത്തെ എക്സ്പെരിമെന്റിലും രണ്ടാമത്തെ എക്സ്പെരിമെന്റിലും ബിയുടെ കോൺസെൻട്രേഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. എയുടേത് ചേഞ്ച് ആവും. അപ്പൊ റേറ്റ് ലോ അനുസരിച്ച് റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എം ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു എൻ എന്നാണ്. അപ്പൊ ബി കോൺസ്റ്റന്റ് ആവുമ്പോൾ ബിയുടെ വാല്യൂ 0.10 മോളാർ ആണ് രണ്ട് എക്സ്പെരിമെന്റിലും. അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എം ആണ്. അപ്പോ ഇനി എക്സ്പെരിമെന്റ് നമ്പർ 1 അവിടെ തന്നിട്ടുണ്ട് A0 ഈസ് ഈക്വൽ ടു 1.10 മോളാർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എക്സ്പെരിമെന്റ് നമ്പർ 2 A0 ഈസ് ഈക്വൽ ടു 0.20 മോളാർ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റേറ്റ് 0.40, ഇവിടെ 0.10 ആണ്. അപ്പൊ റേറ്റ്, അപ്പൊ നമുക്ക് അതിന്റെ റേഷ്യോ എടുത്ത് നോക്കാം. റേറ്റ് 2 ഡിവൈഡഡ് ബൈ റേറ്റ് 1. അപ്പൊ റേറ്റ് 2ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് k ഇൻറ്റു എന്താണ് A2 എന്ന് കൊടുക്കാം. A2 റൈസ് ടു M, B2 റൈസ് ടു N. റേറ്റ് 1 എന്ന് പറയുമ്പോൾ k ഇൻറ്റു A1 റൈസ് ടു M, B1 റൈസ് ടു N. അപ്പൊ നമുക്ക് രണ്ടിന്റെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കിന് 4 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, A2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. A2 is equal to concentration of A2 is equal to 0.20 molar and A1 is equal to 0.10 molar. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, then 2 raised to M is equal to 4. അങ്ങനെയാണെങ്കിൽ M is equal to 2. അപ്പൊ നമുക്ക് 2 raised to M എന്ന് പറയുന്നത് 4 എന്ന് പറയുന്ന ആൻസർ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ M is equal to 2. In experiment 2 and 3, the concentration of A is a constant, but the concentration of B changes. അതായത് A എന്ന് പറയുമ്പോൾ A ഒരു കോൺസ്റ്റന്റും B എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എക്സ്പെരിമെന്റ് 2ലും 3ലും. അപ്പൊ റേറ്റ് ലോ എങ്ങനെ വരും? K ഇൻറ്റു concentration of A raised to M into concentration of B raised to N. A is a constant രണ്ട് എക്സ്പെരിമെന്റിലും. അപ്പൊ നമ്മൾ തിരിച്ച് ബി യെ ഫോക്കസ് ചെയ്യുക. ആദ്യം നമ്മൾ ബി കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് എ യെ ഫോക്കസ് ചെയ്തു. ഇവിടെ എ കോൺസ്റ്റന്റ് ആണ്, ബി യെ ഫോക്കസ് ചെയ്യുക. സെയിം ഇക്വേഷൻ ഫോളോ ചെയ്യുക. റേറ്റ് 3 ഡിവൈഡഡ് ബൈ റേറ്റ് 2. എന്നിട്ട് കെ വെച്ചിട്ടുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടുത്തെ വാല്യൂ 1 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് എന്താണ്? ബി ആണ് അവിടെ കോൺസ്റ്റന്റ്, എ യെ ഫോക്കസ് ചെയ്തു. ഇവിടെ എ ആണ് കോൺസ്റ്റന്റ്, ബി യെ ഫോക്കസ് ചെയ്യുക. ദെൻ നമുക്ക് നേരത്തെ കിട്ടിയ കണക്ക് സിംപ്ലിഫൈ ചെയ്ത് ആൻസർ 1 എന്ന് കിട്ടി. ദെൻ 0.20 by 0.10 raised to n is equal to 1. 2 raised to n 1 ആണ്. അങ്ങനെയാണെങ്കിൽ n എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പോ so the order of reaction with respect to B is 0 order. Total order of the reaction എന്ന് പറയുന്നത് M plus N. ഫസ്റ്റ് കിട്ടിയത് 2, സെക്കൻഡ് കിട്ടിയത് 0. So the total order of the reaction is 2 and the order with respect to B is 0. Okay. Then fifth question. The standard molar entropies of SO2, SO3 and O3 are 250 joule Kelvin inverse, 1257 and 205 respectively. Calculate the standard molar entropy change of the reaction. 2SO2 plus O2 gives 2SO3. അപ്പോൾ ഇതൊരു തെർമോഡൈനാമിക്സിലെ ഒരു പ്രോബ്ലം ആണ്. മോളാർ എൻട്രോപ്പി ചേഞ്ച് ആണ് കണ്ടുപിടിക്കാനുള്ളത്. സ്റ്റാൻഡേർഡ് മോളാർ എൻട്രോപ്പി 3 പേരുടെയും SO2, SO3, O2 ഇവരുടെ 3 പേരുടെയും തന്നിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് മോളാർ എൻട്രോപ്പി ചേഞ്ച് ആണ് കണ്ടുപിടിക്കാൻ. Explanation. SO2 ന്റെ വാല്യൂ 250 തന്നിട്ടുണ്ട്, SO3 257, O2 205. അപ്പൊ നമ്മുടെ ഇക്വേഷനിലെ സ്റ്റോഷിയോമെട്രിക് വാല്യൂ അനുസരിച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ 2 SO3 ആണുള്ളത്. ഒരു SO3ക്ക് 257 ആകുമ്പോൾ 2 SO3ക്ക് 2 into 257 is equal to 514. SO2 ന്റെ വാല്യൂ എന്ന് പറയുന്നത് 250 ആണ്. 2 SO2 ആണ് നമ്മുടെ റിയാക്ഷനിലുള്ളത്. സോ 500.
then 1O2 ആണുള്ളത്, അതിന്റെ എൻട്രോപ്പി 205 തന്നെയാണ്. ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, SO3യുടെ വാല്യൂവിൽ നിന്ന് നമ്മുടെ SO2ന്റെയും O2വിന്റെയും വാല്യൂ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ 514 മൈനസ് 500 പ്ലസ് 205 എന്ന് വരും. അപ്പൊ എത്ര വരും, മൈനസ് 191 കിലോ ജൂൾ പെർ മോൾ എന്ന് വരും. ഓക്കെ, the standard molar entropy change of this reaction is minus 191 joule per Kelvin. ഓക്കെ, യൂണിറ്റ് വരുന്നത് ജൂൾ പെർ കെൽവിൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം SO2, SO3, O2 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എൻട്രോപ്പി വാല്യൂ ഇനി ഇക്വേഷനിൽ വരുന്ന സ്റ്റോഷിയോമെട്രി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം SO3യുടെ വാല്യൂവിനെ നിന്ന് മറ്റതിന്റെ രണ്ടാമത്തിന്റെ വാല്യൂ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്, 191 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. Then sixth question, an aqueous solution containing 20 gram of non-volatile strong electrolyte A2B. Okay, in 1 kilogram of water, if the electrolyte is 100% dissociated at this concentration, what is the boiling point of the solution? അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ഒരു അക്വസ് സൊല്യൂഷൻ, 20 gram ഉള്ള അക്വസ് സൊല്യൂഷന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 60 ആണ്. 60 gram per mole തന്നിട്ടുണ്ട് 1 kilogram വാട്ടറിൽ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് 100% ഈ ഒരു കോൺസെൻട്രേഷനിൽ വെച്ച് ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ KB തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് നോക്കാം. അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, മാസ് 20 തന്നിട്ടുണ്ട്, മോളാർ മാസ് 60 തന്നിട്ടുണ്ട്, A2B എന്ന് പറയുന്ന ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് തന്നിരിക്കുന്നത്. ഇനി മാസ് ഓഫ് ദ വാട്ടർ 1 kilogram തന്നിട്ടുണ്ട്, KB 0.052 തന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഏതാണ്? ഫസ്റ്റ് നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കാം. മൊളാലിറ്റി M is given by moles of solute divided by mass of solvent in kilogram. നമുക്ക് ആദ്യം മോൾസ് കണ്ടുപിടിക്കാം. given mass by molar mass. given mass 20, molar mass 60. അപ്പൊ 1/3 കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 1/3 എന്ന് ഇടാം. then moles 1/3 divided by mass of solvent 1 equal to answer again 1/3 എന്ന് വരും. then boiling point elevation equation എന്ന് പറയുന്നത് delta TB is equal to I into KB into M എന്നാണ് വരുന്നത്. അപ്പോ I എത്ര 3 എന്ന് തന്നിട്ടുണ്ട്, into KB 0.52 തന്നിട്ടുണ്ട്, M എന്ന് പറയുന്ന മോൾ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്യുമ്പോഴത്തേക്കിന് 0.52 എന്ന് ആൻസർ വരും. ഡെൽറ്റ TB ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ് കിട്ടി. ദ നോർമൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 273 കെൽവിൻ ആണ്. സോ ന്യൂ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് ഈ കിട്ടിയ വാല്യൂവിന്റെ കൂടെ 373.15 കൂടെ ആഡ് ചെയ്യുക. സോ 373.67. അപ്പൊ അതിന് ക്ലോസ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 373.52 ആണ്. ഓക്കെ, അപ്പൊ നമ്മള് നോർമൽ ബോയിലിംഗ് പോയിന്റ് എലവേഷൻ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് നമ്മുടെ നോർമൽ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റിനെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ന്യൂ ബോയിലിംഗ് പോയിന്റ് കിട്ടും. അപ്പൊ ഇതിന് ക്ലോസസ് ആയിട്ടുള്ള ഒരു വാല്യൂ അവിടെ ഓപ്ഷനിലുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, then seventh question, an organic compound containing 37.5% carbon, 12.5% hydrogen and rest oxygen. What is the empirical formula of the compound? നമ്മളെ ബേസിക് കൺസെപ്റ്റ്സിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ്. ഒരു കോമ്പൗണ്ടില് 37.5% കാർബണും 12.5% ഹൈഡ്രജനും ബാക്കി ഓക്സിജനും ഉണ്ട്. അങ്ങനെയാണ് അതിന്റെ എംപിരിക്കൽ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന വാല്യൂസ് എടുത്ത് എഴുതാം. then ഓക്സിജൻ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ടോട്ടൽ 100 ആണ്. അപ്പൊ അതിന് മൈനസ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് ബാക്കി എത്ര വരും, 50 gram എന്ന് വരും. അതാണ് ഓക്സിജൻ. ഇനി ഓരോന്നിന്റെ മോളാർ മാസ് നോക്കാം. കാർബണിൻ്റെത് 12, ഹൈഡ്രജൻ്റെത് 1, ഓക്സിജൻ്റെത് 16. ഇനി നമുക്ക് calculate the moles of each element. ഓരോ എലമെന്റിന്റെ മോൾസ് കണ്ടുപിടിക്കുക. given mass by molar mass. given mass 37.5 divided by 12, 3.125.
ഹൈഡ്രജൻ്റെ വരുമ്പോഴത്തേക്കിന് 12.5 divided by 1 is equal to 12.5. Then moles of oxygen 50 divided by 16 is equal to 3.125. ഇനി എന്ത് ചെയ്യണം? സ്മോളസ്റ്റ് റേഷ്യോ കണ്ടുപിടിക്കണം. സ്മോളസ്റ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനകത്ത് നിന്ന് സ്മോൾ ആയിട്ടുള്ള നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടെ 3.125 എന്ന് പറയുന്ന കോമൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് കാർബൺ ഡിവൈഡ് ചെയ്തപ്പോൾ 1 എന്ന് കിട്ടി. 12.5 ഡിവൈഡ് ചെയ്തപ്പോൾ 4 എന്ന് കിട്ടി. 3.125 ഡിവൈഡ് ചെയ്തപ്പോൾ അഗൈൻ 1 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് 1 കാർബൺ 4 ഹൈഡ്രജൻ 1 ഓക്സിജൻ. സോ empirical formula is CH4O. അപ്പൊ നമ്മൾ ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, സ്മോളസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ കണ്ടുപിടിക്കുക, then അത് ആഡ് ചെയ്ത് കൊടുക്കുക. empirical formula കിട്ടും. Then 8th question. How many grams of hydrogen chloride will completely react with the 17.4 gram of pure MnO2 to liberate chlorine gas? അപ്പോൾ എത്ര ഗ്രാം HCl കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്യണം? ആരുമായിട്ട്? 17.4 ഗ്രാം പ്യുവർ MnO2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നത്. മാംഗനീസിന്റെ മാസ്, ഹൈഡ്രജന്റെ മാസ്, ക്ലോറിന്റെ മാസും കൊടുത്തിട്ടുണ്ട്. ദെൻ എക്സ്പ്ലനേഷൻ വരുമ്പോ ദ മോൾസ് ഓഫ് MnO2 എന്ന് പറയുന്നത് 17.4 ഗ്രാം ആണ്. മോളാർ മാസ് എന്ന് പറയുന്നത് നമ്മൾ Mn, മാംഗനീസിന്റെ മാസ് 55 പ്ലസ് 2 ഇൻറ്റു 16 ചെയ്യുമ്പോൾ 87 ഗ്രാം പെർ മോൾ എന്ന് മോളാർ മാസ് ഓഫ് MnO2 കിട്ടും. മോളാർ മാസും ഉണ്ട്, ഗിവൺ മാസും ഉണ്ട്. അപ്പം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇസ് ഈക്വൽ ടു 0.2 മോൾ. ഇനി ബാലൻസ്ഡ് കെമിക്കൽ ഫോർമുല ഇക്വേഷൻ നമ്മളൊന്ന് എഴുതി നോക്കുക. MnO2 പ്ലസ് HCl gives MnCl2 പ്ലസ് 2H2O പ്ലസ് Cl2. അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി 4 ഇട്ട് കൊടുക്കുക. കാരണം ഇവിടെ ഒരു Mn, പ്രോഡക്റ്റിന്റെ സൈഡിൽ ഒരു Mn, ഇവിടെ ഒരു 2 ഓക്സിജൻ, ഇവിടെയും 2 ഓക്സിജൻ. സോ ഇവിടെ 2 ഇട്ട് കൊടുക്കുക. ദെൻ 4H, ഇവിടെയും 4H, 2 into 2 4H, 4Cl, ഇവിടെ 2Cl, ഇവിടെ 2Cl, 4Cl. അപ്പൊ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതി. ദെൻ 1 മോൾ, അപ്പൊ നമ്മുടെ ഈ ഇക്വേഷൻ വെച്ചിട്ട് നോക്കാം. 1 മോൾ Mn2 റിയാക്ട് ചെയ്യുമ്പോൾ 4 മോള് HCl ആണ്. 1 മോൾ Mn2 റിയാക്ട് ചെയ്യുന്നത് 4 മോൾ HClന്റെ കൂടെ ആണ്. Therefore, moles of HCl required for 0.2. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് 0.2 മോൾസ് ഓഫ് MnO2 എത്ര HCl വേണം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഒരു MnO2ന്റെ കൂടെ 4 HCl. അങ്ങനെയാണെങ്കിൽ 0.1 4 into 0.2 is equal to 0.8 മോൾ HCl. ഇനി HClന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാം. ഹൈഡ്രജന്റെ 1, ക്ലോറിന്റെ 35.5, സോ 36.5. ഇനി മാസ് ഓഫ് 0.8 മോൾ ഓഫ് HCl, അതായത് 0.8 ഇൻറ്റു ഈ കണ്ടുപിടിച്ചിരിക്കുന്ന മോളാർ മാസ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 29.2. അപ്പൊ നമുക്ക് ആദ്യം നമ്പർ ഓഫ് മോൾസ് ഓഫ് MnO2 കണ്ടുപിടിക്കുക, ബാലൻസ്ഡ് ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഒരു MnO2ന് 4 HCl വേണം. അങ്ങനെയാണെങ്കിൽ 0.2ന് എത്ര വേണമെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് മോൾസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മോളാർ മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാസ് കിട്ടും. അപ്പൊ അത് കണ്ടുപിടിക്കാം. 29. What is the quantity of current required to liberate 16 gram of oxygen during electrolysis of water? അപ്പൊ ഇലക്ട്രോളിസിസ് എന്ന് പറയുമ്പോൾ അറിയാം, വാട്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് ഹൈഡ്രജനെയും ഓക്സിജനെയും വേർതിരിക്കുന്ന പ്രോസസ്സ്. അപ്പൊ ആ സമയത്ത് എത്ര കറണ്ട് ആണ് 16 gram ഓഫ് ഓക്സിജൻ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫാരഡേ കോൺസ്റ്റന്റ് എഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് ആദ്യം ഓക്സിജന്റെ മോളാർ മാസ് കണ്ടുപിടിക്കുക, 32 ആണെന്ന് അറിയാം. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ 16 ഗ്രാം, 16 ഗ്രാമിൽ എത്ര മോൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ഗിവൺ മാസ് ബൈ മോളാർ മാസ് 16 by 32 is equal to 0.5. ഇനി ഇലക്ട്രോളിസിന്റെ റിയാക്ഷൻ എഴുതുക. 2H2O gives 2H2 plus O2. അപ്പൊ ഇവിടെ 1 മോൾ O2, 1 മോൾ O2ന് 4 മോൾ ഓഫ് ഇലക്ട്രോൺസ് ആണ് വേണ്ടത്. Therefore, 0.5 moles of oxygen എത്ര ഇലക്ട്രോൺസ് വേണം? 0.5 into 4 is equal to 2 mole. ഇനി നമുക്ക് ടോട്ടൽ ചാർജ് Q കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ N into F, നമ്പർ ഓഫ് മോൾസ് into
ഫാരഡേ കോൺസ്റ്റന്റ്. നമ്പർ ഓഫ് മോൾസ് ആൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചു, 2 ഇൻറ്റു ഫാരഡേ കോൺസ്റ്റന്റ് ചെയ്യുക. സോ നമുക്ക് 193,000 ദാറ്റ് ഈസ് 1.93 ഇൻറ്റു 10⁵5 കൂളം എന്ന് ആൻസർ. അപ്പം മോളാർ മാസ് വെച്ച് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, റിയാക്ഷൻ എഴുതുക, ഇത്ര മോൾസിന് എത്ര ഇലക്ട്രോൺ വേണമെന്ന് കണ്ടുപിടിക്കുക, ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കുക. Then last question, which of the following amines will not undergo carbyl-amine reaction? അപ്പൊ ഇതില് കുറെ അമീൻസ് തന്നിട്ടുണ്ട്, ഇതിൽ കാർബൈൽ അമീൻ റിയാക്ഷൻ തരാത്ത അമീൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. N-methyl ethanamine, phenyl methanamine, aniline ethanamine, propan 2 amine. ഇതിൽ ഏതിലാണ് കാർബൈൽ അമീൻ റിയാക്ഷൻ കിട്ടാത്തത്? ഓക്കെ, നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. N-methyl ethanamine അതൊരു സെക്കൻഡറി അമീൻ ആണ്. സെക്കൻഡറി അമീൻ ഒരിക്കലും കാർബൈൽ അമീൻ റിയാക്ഷൻ തരില്ല. കാർബൈൽ അമീൻ എന്ന് പറയുമ്പോൾ ഒരു ഐസോസൈനൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ ആണ്. ക്ലോറോഫോമും അനിലിനും ക്ലോറോഫോമും KOH ഒക്കെ റിയാക്ട് ചെയ്തിട്ട്. ഇനി ഫിനൈൽ മെത്തനമീൻ ഒരു പ്രൈമറി അമീൻ ആണ്, അത് റിയാക്ഷൻ തരും. Aniline is also a primary amine, so carbyl amine reaction തരും. എഥനമീനും ഒരു പ്രൈമറി അമീൻ ആണ്, സോ ഈ റിയാക്ഷൻ കിട്ടും. പ്രൊപ്പാൻ 2 അമീനും ഒരു സെക്കൻഡറി അമീൻ ആണ്, സോ അവിടെ കാർബൈൽ അമീൻ റിയാക്ഷൻ കിട്ടില്ല. അപ്പൊ നമുക്ക് മീഥൈൽ എഥനമീനിലും കിട്ടത്തില്ല, പ്രൊപ്പാൻ 2 അമീനിലും കിട്ടത്തില്ല, ബിക്കോസ് ദീസ് 2 ആർ സെക്കൻഡറി അമീൻസ്. സെക്കൻഡറി അമീൻസ് ഡു നോട്ട് അണ്ടർഗോ ദ കാർബൈൽ അമീൻ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കിയത്, ഒരു 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു.